ആരോ ഒരാൾ ഭാഗം 31. സർ, ആ കുട്ടിക്ക് ബോധം വീണിട്ടുണ്ട്. അത് കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. ഓക്സിജൻ കണക്ഷനും ട്യൂബുകളും എല്ലാം വലിച്ചെറിയുന്നു. ഭയങ്കര ബഹളമാ. ഒന്ന് വരാമോ? നേഴ്സിന്റെ ശബ്ദം പരിഭ്രാന്തിയിലിടറി. ഡാഡി, ഞാൻ പൊയ്ക്കോളാം. എനിക്കൊപ്പം ഹരിയും കൂടി വന്നോട്ടെ. എഴുന്നേൽക്കാൻ തുടങ്ങിയ ഡോക്ടർ വർഗീസിനെ തടഞ്ഞുകൊണ്ട് മെർലിൻ ഹരിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. മുന്നോട്ട് നടക്കുമ്പോൾ അവൾ റോഷനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞ ശോകഭാവം അവളിൽ ഒരു ചെറിയ പുഞ്ചിരി പടർത്തി. ഒരുപാട് നൊന്ത മനസ്സിൻ്റെ മൃദുലമായ ഒരു പ്രതികാരം. അവൾ അതിവേഗം ഐസിയുയിലേക്ക് നടന്നു. റോഷന് തൻ്റെ ഹൃദയം പിളരുന്നത് പോലെ തോന്നി. സന്തോഷങ്ങളെല്ലാം തന്നിൽ നിന്നും അകന്നു പോകുന്നത് അവൻ അറിഞ്ഞു. അവളുടെ ചുണ്ടിൽ വിടർന്ന പുച്ഛം കലർന്ന ആ പുഞ്ചിരി അവഗണനയുടെ വേദനയായി അവൻ്റെ നെഞ്ചിൽ കത്തി നിന്നു. അവൻ അവളുടെ പുറകെ പോകാതെ കണ്ണുകൾ പിൻവലിച്ച് എതിർവശത്തേക്ക് ശ്രദ്ധ തിരിച്ചു. മോളെ സായ, നീ എന്താ ഈ കാണിക്കുന്നത്? തൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്ന ഉപകരണങ്ങളെ പറിച്ചെറിയാൻ ശ്രമിക്കുന്ന സായയെ നോക്കി മെർലിൻ ചോദിച്ചു. എനിക്ക് പോകണം. ഇവിടെ കിടക്കാനൊന്നും എനിക്ക് സമയമില്ല. ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അല്ല, ഞാൻ എന്തിന് ഇവിടെ കിടക്കണം? എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. എന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടാൽ മാത്രം മതി. സായ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് ആംഗ്യം കാണിച്ചു. അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞ അക്ഷമയുണ്ടായിരുന്നു. ഡാ, അങ്ങനെ നിനക്ക് പോകാൻ പറ്റില്ല. ഇന്നലെ നിനക്ക് നടന്നത് നിസ്സാരമൊരു സർജറിയുമല്ല. എനിക്ക് വേണ്ടി നീ നിന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയത് നിസ്സാരമൊരു മുറിവുമല്ല. ആ മുറിവുകൾ ഉണങ്ങും വരെ നീ ഇവിടെ തന്നെ ഉണ്ടാകണം. മെർലിൻ സായയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. കുറച്ചധികം നേരം അവൾ തൻ്റെ കൂട്ടുകാരിയുടെ കരവലയത്തിലേക്ക് ചേർന്നിരുന്നു. പിന്നെ പതുക്കെ മെർലിനെ തള്ളിമാറ്റി. അവൾ വേദനയോടെ മുഖം ചുളിച്ചുകൊണ്ട് കട്ടിലിലേക്ക് തളർന്നു കിടന്നു. പെട്ടെന്നാണ് അവൾ മെർലിന് പുറകിൽ നിൽക്കുന്ന ഹരിയെ ശ്രദ്ധിച്ചത്. അവളുടെ മുഖത്തെ ഭാവം മാറുന്നത് മെർലിൻ അറിഞ്ഞു. സംശയവും ആശങ്കയും ആ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു. ഡാ, ഇത് ശത്രുവല്ല, എൻ്റെ ഫ്രണ്ടാ. പേര് ഹരി. എനിക്ക് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ നിന്നും മാറി നിൽക്കണമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഡ്യൂട്ടി ചെയ്യാനായി വന്നതാ. അവളുടെ സംശയം മാറ്റിക്കൊണ്ട് മെർലിൻ പറഞ്ഞു. പാപ്പാ, എന്നാച്ച്? ഉങ്കിட்ட 1000 தடவை சொல்லியிருக்கு தனியே வெளியில் போகாதுன்னு. நான் எது சொன்னாலும் கேட்க மாட்டே இல்லை. உனக்கு ஏதாவது வந்துச்சுன்னா எனக்கு மட்டும்தானே? മുരുകൻ്റെ ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് അവളോടുള്ള കരുതലും വേദനയുമായിരുന്നു. സായ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. പക്ഷേ ആ മുഖത്ത് അപ്പോഴും കോപം നിറഞ്ഞു നിന്നിരുന്നു. അണ്ണാ, ഇതവൾക്ക് വന്നതല്ല. ഇവൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി സ്വയം അപകടത്തിലേക്ക് എടുത്തു ചാടിയതാ. പാവം, വഴക്കു പറയല്ലേ. മെർലിൻ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. അമ്മ, ഞാൻ തെരിയാമ എന്നോ ചൊല്ലിട്ടെ. ഉങ്ങൾക്ക് എതും ആകില്ലയേ? വായിൽ നിന്ന് അറിയാതെ എന്തെങ്കിലും ചാടിയോ എന്ന ഭയത്തിൽ മുരുകൻ പെട്ടെന്ന് വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ നോക്കി. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സായ ആ സമയത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ ഭൂമിയിൽ പോലും ഉണ്ടാകുമായിരുന്നില്ല. മെർലിൻ ദീർഘമായി ഒന്ന് ശ്വാസം എടുത്തുവിട്ടു. അല്ല സായ, നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്തുകൊണ്ടാണ് നിന്നോട് തനിച്ച് വെളിയിൽ പോകരുതെന്ന് അണ്ണൻ പറഞ്ഞത്? പെട്ടെന്ന് മുരുകൻ്റെ വാക്കുകൾ ഓർത്തെടുത്തുകൊണ്ട് മെർലിൻ ചോദിച്ചു. ഹേയ്, ഞാൻ അറിയാതെ പറഞ്ഞതാ. ഈ കുട്ടി എപ്പോഴും ഓരോ പ്രശ്നങ്ങളിൽ പോയി ചാടും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവളെ തനിച്ചു വിടാറില്ല. കുറച്ച് ദിവസങ്ങളായി ഇവൾ വളരെ ടെൻഷനിലായിരുന്നു. അതുകൊണ്ട് പറഞ്ഞതാ. മുരുകൻ തമിഴ് കലർന്ന മലയാളത്തിൽ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അപ്പോൾ എനിക്ക് ഇതുപോലൊരു അപകടം ഉണ്ടാകുമെന്ന് സായ മുൻകൂട്ടി കണ്ടിരുന്നോ? അതുകൊണ്ടാണോ നീ എനിക്ക് പുറകെ വന്നത്? മെർലിൻ പെട്ടെന്ന് ചോദിച്ചു. അതിന് മറുപടിയായി സായ ഒന്ന് വേദനയോടെ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അതിനുശേഷം അവൾ കണ്ണുകൾ അടച്ച് പതുക്കെ ഉറങ്ങാൻ തുടങ്ങി. അവളെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് മെർലിൻ ഹരിയോടൊപ്പം ഐസിയുവിന് പുറത്തേക്ക് നടന്നു. മുരുകണ്ണ, സായ എന്തിനാ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് എടുത്തത്? പുറത്തേക്ക് നടക്കുമ്പോൾ മെർലിൻ മുരുകനെ നോക്കി ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒന്നറിയാം, ഡോക്ടർക്ക് പുറകെ സായ ഉണ്ടായിരുന്നു, രാവും പകലും. പലപ്പോഴും ഞാനാണ് അവളെ നിനക്കടുത്ത് എത്തിച്ചിരുന്നത്. നിനക്കെന്തോ വലിയ അപകടം വരുമെന്ന് അവൾ ഭയപ്പെട്ടിരുന്നു. അതെനിക്കുറപ്പാ. അവൾക്ക് നിന്നെ ജീവനാ മോളെ. മുരുകൻ്റെ അവസാനത്തെ വാക്കുകളിൽ സായയ്ക്ക് തന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴം മെർലിൻ കൂടുതൽ മനസ്സിലാക്കുകയായിരുന്നു. മോളെ, ഇനി താമസിക്കേണ്ട. നിന്റെ മുഖത്ത് വല്ലാത്ത ക്ഷീണമുണ്ട്. എന്തായാലും സായ എഴുന്നേറ്റല്ലോ. ഇനി പേടിക്കാനൊന്നുമില്ല.
മോള് പൊയ്ക്കോളൂ, ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. പെട്ടെന്ന് അവിടേക്ക് വന്ന ഫെർണാണ്ടസ് പറഞ്ഞു, പിന്നെ മോളെ ഒരു കാര്യം കൂടി, ഇവിടെ നടന്ന ഈ കാര്യങ്ങളൊന്നും മമ്മിയും സൂസനും അറിയണ്ട, അല്ലെങ്കിൽ തന്നെ അവരാകെ ഭയന്നിരിക്കുകയാണ്. അയാൾ ദുഃഖത്തോടെ കൂട്ടിച്ചേർത്തു. മോനെ ഹരി, ഒരുപാട് കുട്ടി പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സാധിക്കുമെങ്കിൽ ഇന്ന് തന്നെ നിനക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? മെർലിനിൽ നിന്നും ഹരിയെ അടർത്തി മാറ്റാൻ എന്നതുപോലെ വർഗീസ് ചോദിച്ചു. അങ്കിൾ, ഞാൻ മെർലിനോടൊപ്പം വീട്ടിൽ വരെ പോയിട്ട് വന്നാൽ മതിയോ? അവളെ തനിച്ചുവിടാൻ എനിക്കെന്തോ ഒരു വിഷമം പോലെ. ഹരിയുടെ മുഖം ദയനീയമായി. അവൾ തനിച്ചല്ലോ, അവളെ വിവാഹം കഴിക്കാൻ പോകുന്നവൻ കൂടെയില്ലേ? കാര്യങ്ങൾ ഹരിക്ക് കുറച്ചുകൂടി വ്യക്തമാകട്ടെ എന്ന് വിചാരിച്ച് വർഗീസ് വാക്കുകളാകുന്ന അസ്ത്രം തൊടുത്തുവിട്ടു. വർഗീസിന്റെ വാക്കുകൾ കേട്ടപ്പോൾ മെർലിൻ ഒരുതരം പുച്ഛത്തോടെ റോഷന് നേരെ നോക്കി. റോഷൻ തല കുനിച്ചു നിന്നു. ഡാ, എന്നാൽ ഞാനിപ്പോൾ പൊയ്ക്കോട്ടെ. വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് അവിടേക്ക് ഇറങ്ങാം. യു ഹാവ് ടു മോർ കെയർഫുൾ അബൌട്ട് യുവർ സെൽഫ് മൈ ഡിയർ. മിസ് യു. അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് അത് പറയുമ്പോൾ ഹരിയുടെ മുഖം മ്ലാനമായിരുന്നു. മെർലിനോടുള്ള ആഴമായ ശ്രദ്ധയും വാത്സല്യവും അതിൽ നിറഞ്ഞു നിന്നു. പിന്നീട് അവൻ വർഗീസ് ചൂണ്ടിക്കാണിച്ച വഴിയെ മുന്നോട്ട് നടന്നു. ഡാഡി, എന്നാൽ ഞങ്ങൾ അങ്ങോട്ട്. റോഷൻ അനുവാദത്തിനായി കാത്തു നിൽക്കാതെ പതുക്കെ മെർലിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. ഡാഡി, അതല്ല, ഇന്നലെ ഞങ്ങളാരും വീട്ടിൽ ചെല്ലാത്തത് എന്താണെന്ന് മമ്മി ചോദിച്ചാൽ ഞാനെന്താ പറയേണ്ടത്? ഡാഡി മമ്മിയെ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അല്പം നടന്നിട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് റോഷൻ ആലോചനയോട് ചോദിച്ചു. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നിങ്ങളിവിടെ ജാസ്മിനൊപ്പം സ്റ്റേ ചെയ്യുകയാണെന്ന് ഞാൻ രാത്രി തന്നെ അവരോട് പറഞ്ഞിരുന്നു. അത് തന്നെ പറഞ്ഞാൽ മതി. എന്നാൽ മക്കൾ ചെല്ല്. പിന്നെ ഇന്നിനി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വരാൻ നോക്കേണ്ട. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. വർഗീസ് അവരെ ഓർമ്മിപ്പിച്ചു. ഓക്കെ ഡാഡി. മെർലിനെയും ചേർത്ത് പിടിച്ച് റോഷൻ നടന്നകലുന്നതും നോക്കി ഫെർണാണ്ടസ് ഒരു നെടുവീർപ്പോടെ ചിരിച്ചു. എടോ, താൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. ഇതൊക്കെ അവർ തമ്മിലുള്ള അകലം കുറയ്ക്കാൻ ദൈവം തന്നെ കണ്ടുപിടിച്ച വഴിയായിരിക്കും. ഫെർണാണ്ടസിനെ നോക്കി വർഗീസ് ശാന്തമായൊന്ന് പുഞ്ചിരിച്ചു. അയാൾ ദീർഘനിശ്വാസത്തോടെ ഒന്ന് മൂളുക മാത്രമാണ് ചെയ്തത്. കാറിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരുന്ന റോഷൻ പതുക്കെ കൈകളെടുത്ത് അവളുടെ തോളോട് ചേർത്തു. മെർലിൻ ഒരു നിമിഷം അതിശയത്തോടെ അവനെ നോക്കി. വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഇങ്ങനെ തന്നെയായിരുന്നു, തന്നെ ചേർത്ത് പിടിച്ച് എപ്പോഴും ഇങ്ങനെ. അതോർത്തപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവനൊരു കുസൃതി ചിരിയോടെ എന്തേ എന്ന അർത്ഥത്തിൽ അവളെ നോക്കി. മെർലിൻ നേർത്തൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി കണ്ണു ചിമ്മി. റോഷൻ അനുവാദം ചോദിക്കാതെ അവളെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അവൻ്റെ പ്രണയത്തിൻ്റെ ചൂട് തന്നിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് അവൾ അറിഞ്ഞു. അവൻ്റെ പ്രണയത്തെ മുഴുവനായി തന്നിലേക്ക് ആവാഹിച്ച് ആ മാറിലേക്ക് ചേരാൻ അവളുടെ മനസ്സ് തീവ്രമായി കുതിച്ചു. വേണ്ട, ഇനിയൊരു വേദനയും വിരഹവും താങ്ങാനുള്ള ശേഷി തൻ്റെ ഹൃദയത്തിനില്ല. ഒരുപാട് മോഹങ്ങൾ ഉള്ളിലേക്ക് ഏറ്റെടുത്ത് വീണ്ടും സങ്കടപ്പെടാനാണോ നിന്റെ ഭാവം? ഉള്ളിലിരുന്ന് ആരോ ചോദിക്കുന്നത് പോലെ. അവനിലേക്ക് ചേരാൻ എന്തോ ഒന്ന് തന്നെ തടസ്സപ്പെടുത്തുന്നത് അവൾ അറിഞ്ഞു. ഒരു വേദനയുടെ നീറ്റൽ അവളുടെ നെഞ്ചിലേക്ക് പടർന്നു. അവൾ അവനിൽ നിന്നും പിടഞ്ഞു മാറി. അപ്പോഴേക്കും അവർ കാറിനടുത്തേക്ക് എത്തിയിരുന്നു. ആർ യു ഓക്കെ മൈ ഡിയർ? അവൾക്കായി മുൻവശത്തെ ഡോർ തുറന്നു പിടിച്ചുകൊണ്ട് റോഷൻ ചോദിച്ചു. അവൻ്റെ സ്വരത്തിൽ നിറയെ ആകുലതയായിരുന്നു. ആ, പക്ഷേ എൻ്റെ ബുള്ളറ്റ്. തൻ്റെ മനസ്സിൽ വേരോടിയ പ്രണയത്തെ റോഷൻ അറിയാതിരിക്കാൻ എന്നതുപോലെ അവൾ ചോദിച്ചു. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നിന്നെ വീട്ടിൽ വിട്ടിട്ട് ഞാൻ വന്നെടുത്തോളാം. അവൾ ഇരുന്നു എന്നുറപ്പായപ്പോൾ അവൻ ശ്രദ്ധയോടെ ഡോർ അടച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, നീ പോകണ്ട. വേറെ ആരെയെങ്കിലും വിട്ട് എടുപ്പിച്ചാൽ മതി. തന്നിലേക്കെത്തിയ അപകടം റോഷനെ പിന്തുടരുമോ എന്ന ഭയത്തോടെ പെട്ടെന്ന് അവൾ പറഞ്ഞു. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നിമറഞ്ഞു. അപ്പോൾ സ്റ്റിൽ യു ലവ് മീ? അത് മതി, അതാണ് എനിക്ക് വേണ്ടത്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ കാത്തിരിക്കുന്നത്. സ്വയം പറഞ്ഞുകൊണ്ട് അവൻ പുഞ്ചിരിയോടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു, ഞാനൊന്നുറങ്ങിക്കോട്ടെ. അവനോട് അനുവാദം ചോദിച്ചുകൊണ്ട് മറുപടി കേൾക്കാൻ കാത്തു നിൽക്കാതെ അവൾ സീറ്റിലേക്ക് തല ചായ്ച്ച് മെല്ലെ ഉറങ്ങാൻ തുടങ്ങി. ഇടയ്ക്ക് ട്രാഫിക് ജാമിൽ വാഹനം സിഗ്നലിനായി കാത്തു നിൽക്കുമ്പോൾ അവൻ അവളെ ഒന്ന് നോക്കി. മുൻപൊരിക്കലും തോന്നാത്ത വല്ലാത്തൊരു സന്തോഷം തന്നെ പൊതിയുന്നത് റോഷൻ അറിഞ്ഞു. എത്ര മനോഹരിയാണ് എൻ്റെ ദേവത, അവൻ സ്വയം പറഞ്ഞു. ആദ്യമായി കാണുന്നത് പോലെ അവൻ അവളെ നോക്കി. അവളുടെ കണ്ണുകളെ മറച്ചുകൊണ്ട് മുടിയിഴകൾ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു.
വിയർപ്പ് കണങ്ങൾ മഴത്തുള്ളിയുടെ ഭംഗിയോടെ അവളുടെ ചുമന്ന ചുണ്ടുകൾക്ക് മുകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. എന്തോ പറയാൻ തുടങ്ങുന്ന ആ ചുണ്ടുകൾ തന്നെ വേറൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് പോലെ അവന് തോന്നി. ആ നിമിഷം ആ ചുണ്ടുകൾ തൻ്റേതായി മാറിയിരുന്നുവെങ്കിൽ എന്നവൻ കൊതിച്ചു. ഇന്ന് ഞാൻ അറിയുന്നു പ്രിയേ, എനിക്ക് നിന്നോടുള്ള അഗാധമായ പ്രണയം. നിന്നോട് ചേരാൻ കൊതിക്കുന്ന എന്നെ നീ അറിയാതെ പോകുമോ? ഭ്രാന്തമായ പ്രണയത്തിൻ്റെ പിടിയിൽപ്പെട്ട അവൻ്റെ ചിന്താമണ്ഡലത്തിൽ ഒരു കൊച്ചു കവിത പൂത്തു. എല്ലാത്തിനും നീ മാത്രമാണ് കാരണം. ഉള്ളിലിരുന്ന് മനസാക്ഷി കുറ്റപ്പെടുത്തിയപ്പോൾ അവന് ഒന്നുറക്കെ കരയണമെന്ന് തോന്നി. ഇല്ല, ഇനി ഒരിക്കലും ആർക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. എനിക്ക് വേണം നിന്നെ, എൻ്റേതു മാത്രമായി. അവളുടെ കാതോരം ചെന്ന് അവൻ അങ്ങനെ മന്ത്രിച്ചപ്പോൾ ഉറക്കത്തിലും അവളൊന്ന് പുഞ്ചിരിച്ചതുപോലെ അവന് തോന്നി. നിറഞ്ഞ സംതൃപ്തിയോടെ സ്റ്റിയറിംഗിൽ താളമടിച്ചുകൊണ്ട് റോഷൻ വീട് ലക്ഷ്യമാക്കി വാഹനമോടിച്ചു. വീടിൻ്റെ മതിൽക്കെട്ടിനകത്തേക്ക് കടന്നപ്പോൾ തന്നെ റോഷൻ വാഹനം നിർത്തി. അവനൊരു കുസൃതി ചിരിയോടെ അവളെ നോക്കി. ചന്തമേറിയ ഒരു പനിനീർ പൂവിൻ്റെ ഭംഗിയോടെ അവൾ തല ചായ്ച്ചുറങ്ങുകയാണ്. എത്ര കണ്ടിട്ടും മതിയാവാത്തതുപോലെ അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. എൻ്റെ ജന്മസുഹൃതമാണ് നീ. ഒരു കുസൃതി ചിരിയോടെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റി ലക്ഷ്യമാക്കി നീങ്ങി. മോനെ റോഷാ, വേണ്ടാട്ടോ, വെറുതെ എന്തിനാ ഉള്ളതും കൂടി ഇല്ലാതാക്കുന്നേ? മനസാക്ഷിയുടെ സ്വരം കേട്ടപ്പോൾ അവൻ നിരാശയോടെ പിൻവാങ്ങി. ഡാ, അവൻ അവളെ പതുക്കെ കുലുക്കി വിളിച്ചു. ഒരു സ്വപ്നത്തിൽ എന്നതുപോലെ അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. വീടെത്തി, ഇറങ്ങണ്ടേ? അവൻ അവളോട് ശാന്തമായി ചോദിച്ചു. ആ. അവൾ പതുക്കെ ഡോറ് തുറക്കാനായി തുടങ്ങിയപ്പോഴാണ് റോഷൻ്റെ ഫോൺ ബെല്ലടിച്ചത്. നാശം, ഇതിപ്പോൾ വലിയ ശല്യമായല്ലോ. അവൻ വാടിയ മുഖത്തോടെ ആരോട് സംസാരിച്ച് അവസാനിപ്പിക്കുന്നത് കേട്ടപ്പോൾ മെർലിൻ ആകാംക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഡാ, എനിക്കിപ്പോൾ തന്നെ തിരിച്ചു പോകണം. ഒരു എമർജൻസി കേസുണ്ട്. പോകാതിരുന്നാൽ ശരിയാകില്ല. ഇതിപ്പോൾ വലിയ കുരിശായല്ലോ. അവസാന വാക്കുകൾ അവൻ്റെ ഉള്ളിലെ അമർഷം പുറത്തു കാണിക്കുന്നതായിരുന്നു. എന്നെ നോക്കണ്ട, നീ പൊയ്ക്കോളൂ. അത് പറയുമ്പോൾ മെർലിൻ്റെ കണ്ണുകൾ നനയുന്നത് റോഷൻ കണ്ടു. എന്തെന്നില്ലാത്ത വല്ലാത്തൊരു സങ്കടം അവനെയും പൊതിഞ്ഞു. ഹേയ്, ഡോൺ വറി, ഞാൻ ഇപ്പോൾ ഇങ്ങെത്താം. ഹാ, നിങ്ങളെത്തിയോ? രണ്ടും കൂടെ ഇന്നലെ ഇവിടുന്ന് പോയതല്ലേ? ജാസ്മിൻ, അവൾക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അവൻ പറഞ്ഞു മുഴുവനാക്കും മുൻപ് അവർക്കരികിലേക്ക് ആ ചോദ്യവുമായി ശോശനാമ്മ വന്നു. ഇല്ല മമ്മി, ഏട്ടത്തി ഓക്കെയാണ്. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഫോൺ വന്നിരുന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ വരെ ഒന്ന് പോകണം. മമ്മി, മെർലിൻ ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അതുകൊണ്ട് അവൾക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്. അവളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങെത്താം. മമ്മിക്ക് ഒരു ചോദ്യവും ബാക്കി വെക്കാതെ റോഷൻ ഉത്തരം പറഞ്ഞു. മെർലിൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എത്ര വിദഗ്ധമായിട്ടാണ് റോഷൻ സംസാരിക്കുന്നത്. അവൻ ഇന്നലെ ജാസ്മിൻ്റെ അടുത്തേക്ക് പോയിട്ട് പോലുമില്ല. എങ്കിലും ഒന്നും ആലോചിക്കാതെ അവൻ എന്തൊക്കെയോ പറയുന്നു. തന്നെ അത്ഭുതത്തോടെ നോക്കുന്നവളെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് അവൻ വണ്ടി സ്റ്റാർട്ടാക്കി. ആ കാർ അകന്നു പോകുന്നത് നോക്കി കുറച്ചു നേരം നിന്നിട്ട് അവൾ പതുക്കെ മുറിയിലേക്ക് നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്നതുപോലെ അവളൊന്ന് നിന്നു. മമ്മി, എനിക്കിന്ന് സച്ചുവേട്ടൻ്റെ മുറിയിലൊന്ന് ഉറങ്ങണം. അമ്മയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ പതുക്കെ റോഷൻ്റെ വീട്ടിലേക്ക് നടന്നു. മകളുടെ ആ പോക്ക് കണ്ടപ്പോൾ തൻ്റെ ഹൃദയം തകരുന്നത് പോലെ ആ അമ്മയ്ക്ക് തോന്നി. മോളെത്തിയോ? ഇതെന്തു കോലമാ മോളെ? ആ മുടിയെങ്കിലും ഒന്ന് ഒതുക്കി വെച്ചുകൂടായിരുന്നോ? എൻ്റെ ഈശോയെ, എൻ്റെ കുട്ടിക്ക് ഇതെന്താ പറ്റിയത്? അവളെ കണ്ടപ്പോൾ സൂസൻ നെഞ്ചിൽ വല്ലാത്ത ആന്തലോടെ ചോദിച്ചു. മമ്മി, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരാമോ? വല്ലാതെ വിശക്കുന്നു. സൂസൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൾ ഡൈനിങ് ടേബിളിലെ കസേരയിലേക്ക് ഇരുന്നു. അമ്മയുടെ കുട്ടിക്ക് എന്താ പറ്റിയത്? സൂസൻ വാത്സല്യത്തോടെ അവളുടെ മുടിയിഴകളെ തഴുകിക്കൊണ്ട് ചോദ്യം ആവർത്തിച്ചു. മറുപടിയൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ അവർ ഭക്ഷണമെടുക്കാനായി അടുക്കളയിലേക്ക് നടന്നു. അപ്പോഴൊക്കെ അവരുടെ മനസ്സിൽ നിറയെ മെർലിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു. സച്ചുവിൻ്റെ മരണശേഷം അവളൊന്ന് ചിരിച്ചു പോലും താൻ കണ്ടിട്ടില്ല. ഒരുതരം വാശിയോടെ ഓടി നടക്കുന്നു. അവൾക്ക് ആകെ ഒരു ലക്ഷ്യമേ ഉള്ളൂ, സച്ചുവിൻ്റെ മരണത്തിന് കാരണമായവരെ കണ്ടുപിടിക്കുക. പക്ഷേ ഒരിക്കൽ പോലും അവളിങ്ങനെ ക്ഷീണിതയായി കണ്ടിട്ടില്ല. അവൾക്ക് എന്തായിരിക്കും പറ്റിയത്? അങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ട് ഭക്ഷണവുമായി ഡൈനിങ് ടേബിളിലേക്ക് ചെല്ലുമ്പോൾ അവൾ ടേബിളിൽ തലവെച്ച് പതുക്കെ മയങ്ങി തുടങ്ങിയിരുന്നു. മോളെ, ഇത് കഴിക്ക്. വിശക്കുന്നു എന്നല്ലേ പറഞ്ഞത്? കഴിച്ചിട്ടുറങ്ങാം. ഒരുരുള ചോറ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവർ പറഞ്ഞു.
അവൾ യാന്ത്രികമായി അവർക്ക് നേരെ വാ തുറന്നു. വളരെ സാവധാനമാണ് അവൾ ഭക്ഷണം കഴിച്ചത്. കഴിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ നിറഞ്ഞൊഴുകി. സച്ചുവേട്ടൻ തനിക്കരികിലിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. കഴിച്ചു പൂർത്തിയാക്കാനാവാതെ അവൾ ഏങ്ങലടിച്ചു. മോളെ, സൂസൻ ഹൃദയം തകർന്നു വിളിച്ചു. പക്ഷേ അവരുടെ വിളി കേൾക്കാതെ തിരിഞ്ഞൊന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ സച്ചുവിൻ്റെ മുറിയിലേക്ക് ഓടി. സച്ചുവേട്ട, നീ എവിടെയാ? എനിക്ക് ഏട്ടനില്ലാത്ത ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ സങ്കടങ്ങളെ ഏറെ അറിയുന്നത് ഏട്ടനായിരുന്നില്ലേ? എന്നെയും കൂടി ഏട്ടൻ്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാമോ? പ്ലീസ്. ആ മുറിയിലേക്ക് കയറി സച്ചുവിൻ്റെ ബെഡിലേക്ക് വീണുകൊണ്ട് അവൾ ഉറക്കെ അലറി. അവളുടെ കണ്ണുനീർ ആ ബെഡിനെ നനച്ചുകൊണ്ട് പടർന്നിറങ്ങി. പതുക്കെ പതുക്കെ അവളുടെ ഏങ്ങലുകൾ നേർത്തില്ലാതായി. മോളെ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഏട്ടൻ എവിടെയും പോയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ മോളും റോഷനുമുള്ള ഈ ലോകത്തു നിന്നും ഏട്ടൻ എങ്ങനെയാ പോകാനാകുക? പെട്ടെന്ന് സച്ചുവിൻ്റെ സ്വരം അവളുടെ കാതുകളിൽ പതിച്ചു. ആരോ ഒരാൾ തുടരും. കൂട്ടുകാരെ, നമ്മുടെ കഥ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുതേ. അടുത്ത ഭാഗവുമായി നാളെ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.